കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വിധി എന്താകും? നടൻ ദിലീപിന് എന്ത് ശിക്ഷയാകും ലഭിക്കുക? വർഷങ്ങളായി കേരളം കാത്തിരിക്കുന്ന വിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറയുക. 2017 ഫെബ്രുവരി 17 ഷൂട്ടിങ്ങിന് ശേഷം തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്കുള്ള യാത്രക്കിടെ നടിയെ ആക്രമിച്ചെന്നും ഇതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയെന്നുമാണ് കേസ്. സിനിമാ ലോകത്തെ കൊട്ടേഷൻ മാഫിയെക്കുറിച്ച് പുറം ലോകം അറിഞ്ഞ സംഭവം കൂടിയായിരുന്നു നടിയാക്രമണ കേസ്. 8ാം പ്രതിയായ നടൻ ദിലീപ് അടക്കമുള്ളവർക്ക് ഏറെ നിർണായകമാണ് കോടതി വിധി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ രാവിലെ 11-നാണ് നടപടികൾ ആരംഭിക്കുക. നടൻ ദിലീപ് കേസിൽ 8ാം പ്രതിയാണ്. നടിയെ ബലാത്സംഗം ചെയ്ത് ദൃശ്യങ്ങൾ പകർത്തിയ പൾസർ സുനിയാണ് കേസിൽ 1ാം പ്രതി. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പ്രതികളടക്കം 10 പേരാണ് വിചാരണ നേരിടുന്നത്. 2017 ഫെബ്രുവരി 17 ഷൂട്ടിങ്ങിന് ശേഷം തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രക്കിടെ നടി ആക്രമിച്ചുവെന്നും ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയെന്നുമാണ് കേസ്. 2019 കേസിൽ വിചാരണ നടപടി തുടങ്ങിയത്. 261 സാക്ഷികളെ വിസ്തരിച്ച കോടതി 1700 രേഖകളും പരിഗണിച്ചു. 2017 ഫെബ്രുവരിയിൽ അറസ്റ്റിലായ പൾസർ സുനിക്ക് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. വിചാരണ നടപടി വൈകുന്നതിൽ കടുത്ത അതൃപ്തി അറിയിച്ചാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. ആക്രമിക്കപ്പെട്ട നടിയോടുള്ള വ്യക്തിവിരോധത്തെ തുടർന്ന് ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തു എന്നാണ് ദിലീപിനെതിരായ കേസ്. എന്നാൽ തന്നെ കേസിൽ പെടുത്തിയതാണെന്നും പ്രോസിക്യൂഷൻ കെട്ടിച്ചമച്ച തെളിവുകളാണെന്നുമാണ് കോടതിയിൽ ദിലീപിന്റെ വാദം. അതേസമയം വിചാരണയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. നടി ആക്രമിക്കപ്പെട്ട 5ാം ദിവസം ദിലീപ് മുഖ്യമന്ത്രി പിണറായി വിജയന് സന്ദേശം അയച്ചുവെന്ന വിവരമാണ് പുറത്തുവന്നത്. ഫെബ്രുവരി 22 സന്ദേശം അയച്ചത്. തെറ്റ് ചെയ്യാത്ത താൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നായിരുന്നു സന്ദേശം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ദിലീപ് ഇത്തരത്തിൽ സന്ദേശം അയച്ചിരുന്നു. പ്രതി പൾസർ സുനിയാണെന്ന് പുറത്തു വന്നതോടെ ദിലീപ് സമ്മർദ്ദത്തിലായെന്നും ഇതോടെ അന്വേഷണം തന്നിലേക്ക് എത്തുമെന്ന് ഭയന്നുവെന്നുമാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് സന്ദേശം അയച്ചതെന്നാണ് പ്രോസിക്യൂഷൻ വാദം. ഈ സന്ദേശം പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കാവ്യ മാധവനുമായുള്ള ദിലീപിന്റെ ബന്ധം അന്നത്തെ ഭാര്യയായിരുന്ന മഞ്ജു വാര്യരോട് ആക്രമിക്കപ്പെട്ട നടി പറഞ്ഞതിലുള്ള വൈരാഗ്യമാണ് കൃത്യത്തിന് കാരണമെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസാണ് കേസിൽ സാക്ഷി വിസ്താരം പൂർത്തിയാക്കിയത്. ന്യൂസ് 18 കൊച്ചി.